ചാൾസ് വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം മൈസൂരിൽ നിന്ന് മുന്നോട്ട് പോയൊരു വാഹനം നഞ്ചങ്കോടിനടുത്ത് വെച്ച് ഇൻഡിക്കേറ്റർ ഇടാതെ പെട്ടെന്ന് വലത്തോട്ട് തിരിച്ചതിനാൽ പിന്നാലെ വന്ന ഒരു ബൈക്ക് അതിലിടിച്ച് അപകടമുണ്ടായതിനെക്കുറിച്ചാണ് ഞാൻ പ്രതിപാദിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് ഈ ഡബിൾ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഹസാർഡ് വാർണിംഗ് ലൈറ്റ് എന്ന് പറയുന്ന ഈ ഡബിൾ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ലൈറ്റ് ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ചാണ്. ഞാൻ മുണ്ടക്കയത്ത് നിന്നും കുമളിയിലേക്ക് പോകുമ്പോൾ മുണ്ടക്കയത്തിനും കുട്ടിക്കാനത്തിനും ഇടയ്ക്ക് ഒരു ചെറിയ മഴയും മഞ്ഞും ഉണ്ടായിരുന്ന സമയത്ത് കടന്നു പോയപ്പോഴുള്ള ചില ദൃശ്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. എൻ്റെ മുന്നിൽ പോകുന്ന ഈ വാഹനം ദീർഘനേരം, അതായത് തമിഴ്നാട് രജിസ്ട്രേഷനായിരുന്നു. ഏതായാലും അവരും കാഴ്ച കാണാൻ വന്നവരാണ്. ഇനി നമ്മുടെ നാട്ടിലെ വാഹനങ്ങളാണെങ്കിലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അവർ ദീർഘനേരം എൻ്റെ മുന്നിൽ ഈ ലൈറ്റ് ഇട്ട് പോവുകയായിരുന്നു. അപ്പോൾ നമുക്ക് കണ്ണിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു ലൈറ്റ്, ഈ വാഹനം മാത്രമേ നമ്മുടെ ദൃശ്യത്തിൽ വരുന്നുള്ളൂ. നമ്മൾ ഓരോ വാഹനത്തെയും കടന്നു പോകുമ്പോൾ, ഇല്ല നിരന്തരമായി പോകുന്ന ഇത്തരം ലൈറ്റിട്ട വാഹനങ്ങളുടെ പിന്നിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, നമുക്ക് റോഡ് ഏതാണ്, വാഹനം ഏതാണ്, എത്ര ഒന്നും മനസ്സിലാകുന്നില്ല. ഇതിടുന്ന ആൾക്കാർ വിചാരിക്കുന്ന ഇതുമൂലം എന്തോ ഇൻഫർമേഷൻ മറ്റു വാഹനങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ കാണാം, ഈ ലൈറ്റ് ചെറിയ മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചം പോലെ മിന്നുന്നതല്ലാതെ ഇത് ദൂരെ നിൽക്കുന്ന പിന്നിൽ നിന്ന് വരുന്ന ഒരു വാഹനത്തിനും പ്രത്യേകമായൊരു ഇൻഫർമേഷൻ നൽകുന്നില്ല. കാരണം സാധാരണഗതിയിൽ അപകടം വരുമ്പോഴൊക്കെ വാഹനം നിർത്തിയിടുമ്പോഴാണ് ഈ ലൈറ്റ് ഇടുന്നതെന്ന് കേട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ വാഹനം കടന്നു പോകുന്നോ നിൽക്കുന്നോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരു വാഹനമാണുള്ളത്. ഇതേമാതിരി നിരവധി വാഹനങ്ങളെ എനിക്ക് മറികടക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഓടുമ്പോൾ എല്ലാ വാഹനങ്ങളും ഇങ്ങനെ മഞ്ഞ ലൈറ്റ് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണുകളെ ഇത് ബാധിക്കും. ഈ മുന്നിൽ പോകുന്നവർ മാത്രമല്ല, നമ്മുടെ എതിരെ ഇറങ്ങി വരുന്നവരും ഈ രീതിയിൽ തന്നെയാണ് വരുന്നത്. എല്ലാവരും ഇതൊരു ആഘോഷമാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് അറിയില്ല. മഴ പെയ്താൽ, മഞ്ഞ് വന്നാൽ ഉടനെ ഹസാർഡ് ലൈറ്റ് ഇടുക എന്നൊരു, അതിൻ്റെ ഉപയോഗം അറിഞ്ഞിട്ടല്ല, വെറുതെ അങ്ങ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇതിനെ ബോധവാന്മാരാക്കണമെങ്കിൽ നമ്മുടെ അധികാരികൾ തന്നെ പരിശ്രമിക്കണം. ഞാനിന്ന് ഇതിനെക്കുറിച്ച് വീഡിയോ ഇടുന്നതിന് മുമ്പ് വേറെ ചില വീഡിയോകൾ കണ്ടു. 4 ലക്ഷം പേരൊക്കെ കണ്ട വീഡിയോകൾ കിടപ്പുണ്ട് ഇൻഡിക്കേറ്ററിനെ കുറിച്ചും ഹസാർഡ് ലൈറ്റിനെ കുറിച്ചും. അതിലൂടെ ആൾ നന്നായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് സംഭവിക്കില്ലായിരുന്നു. ഇതിന് നമ്മുടെ അധികാരികൾ തന്നെ മുൻകൈ എടുത്ത് ആർക്കെങ്കിലും ഫൈൻ നൽകുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബോധവൽക്കരണം നടത്തുകയോ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ഇൻഡിക്കേറ്ററുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് അടുത്ത വീഡിയോകളിലും നമ്മൾ പ്രതിപാദിക്കുന്നതായിരിക്കും. ഈ ചാനലിലെ പഴയ വീഡിയോകൾ കാണുന്നതിന് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് കണ്ട് ചാനലിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും, എൻ്റെ മുന്നിൽ ഒരു വാഹനം പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ദീർഘനേരമായി ഈ ഹസാർഡ് ലൈറ്റ് പ്രകാശിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ ഒരു മഴ മഞ്ഞ് സാഹചര്യത്തിൽ നമുക്ക് ആ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ കഴിയാത്ത സമയം വരെ നാം ഈ ലൈറ്റ് കണ്ടുകൊണ്ട് വേണം വാഹനം ഓടിക്കാൻ. ദീർഘനേരം ഇത് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ നമുക്ക് കണ്ണുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ഡ്രൈവിങ്ങിനെ ബാധിക്കും. ഇത് മുണ്ടക്കയത്ത് നിന്നും കുട്ടിക്കാനത്തേക്ക് പോകുന്ന റോഡാണ്. ഇടുക്കിയിൽ മിക്കവാറും ഈ കാലാവസ്ഥയായിരിക്കും. എപ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ ഒരു വാഹനം നമ്മുടെ ദൃശ്യത്തിൽ ഇപ്പോൾ ഈ ഒരു വാഹനം മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അത് മാത്രമാണ് അങ്ങനെ പോകുന്നതെന്ന് നമ്മൾ ധരിക്കരുത്. നമ്മുടെ മുന്നിലും പിന്നിലും പോകുന്ന ഓരോ വാഹനവും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ണിന് വളരെ വിഷമമുണ്ടാകുന്നുണ്ട്. അത് ദീർഘമായി അല്ലെങ്കിൽ സ്ഥിരമായി ഇങ്ങനെ വാഹനം ഓടിക്കുന്നവർക്കേ അത് മനസ്സിലാവുകയുള്ളൂ. ഒരു ട്രിപ്പ് ഒരു ദിവസം ഒന്ന് കുമളിക്ക് പോയി അല്ലെങ്കിൽ കുട്ടിക്കാനത്തിന് പോകുന്നവർക്ക് ഇതൊരു ആഘോഷമാണ്. ഇത് സ്ഥിരമായി പല സ്ഥലത്തും വെച്ച് അനുഭവിക്കേണ്ടി വരുമ്പോൾ നമുക്കിതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. എതിരെ വരുന്ന വാഹനങ്ങളും ഇതുപോലെ തന്നെയാണ് വരുന്നത്. എല്ലാ വാഹനങ്ങളും ഡബിൾ ഇൻഡിക്കേറ്റർ പ്രകാശിപ്പിച്ചുകൊണ്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ദൃശ്യത്തിലത് കാണാൻ കഴിയില്ല, കാരണം വാഹനങ്ങളുടെ സ്പീഡ് അത്രയേറെയാണ്. ഈ മഴയായാലും മഞ്ഞായാലും നമ്മുടെ നാട്ടിൽ വാഹനങ്ങൾ സ്പീഡ് കുറയ്ക്കുകയോ എന്നാൽ തെന്നലുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടൊന്ന് കരുതലോടെ പോകുന്നതോ ചെയ്യുന്നതായി കാണാൻ സാധിച്ചിട്ടില്ല. ഈ ലോറി ഇപ്പോൾ വലത്തേക്കുള്ളൊരു ഇൻഡിക്കേറ്റർ ഇട്ട് മാറി. ഇതേപോലെ ഈ ഡബിൾ ഇട്ട് പോകുന്ന ആൾക്കാർ ഇത് ഡബിൾ ഇട്ടിരിക്കുന്ന വിവരം മറന്നുപോയിട്ട് പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് തിരിച്ചാൽ നമുക്ക് ആ സിഗ്നൽ കിട്ടുന്നില്ല. അതെല്ലാം മനസ്സിലാക്കുന്നതിനായിട്ട് അധികാരികൾ മുൻകൈ എടുത്ത് ഇതിനൊരു ബോധവൽക്കരണം നടത്തിയാൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ എതിരെ വരുന്ന വാഹനങ്ങളുടെയും നമ്മുടെ മുന്നിൽ പോകുന്ന തുടർച്ചയായി നമുക്ക് ഓവർടേക്ക് ചെയ്യേണ്ടി വരുമ്പോൾ പല വാഹനങ്ങളുടെയും പ്രകാശം കാരണം നമുക്ക് റോഡ് കാണാൻ കഴിയുന്നില്ല. ഇത് പകലാണ്, കുറച്ച് മഞ്ഞൊക്കെ ഉണ്ടെങ്കിലും റോഡ് ഒരുവിധം നമുക്ക് കാണാവുന്ന സമയമാണ്. ഇതേ അവസ്ഥ രാത്രിയിലാണെങ്കിൽ നോക്കൂ, എന്നെ കടന്നു പോകുന്ന മറ്റൊരു വാഹനം. ഇതുപോലെ 10ഉം 20ഉം വാഹനങ്ങൾ നമ്മളെ ചിലപ്പോൾ കടന്നു പോയേക്കാം, ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നിൽ പോയി പെട്ടേക്കാം. അപ്പോൾ ഇങ്ങനെ ഡബിൾ ഇട്ട് പോകുന്ന ചില വാഹനങ്ങൾ പെട്ടെന്ന് വലത്തോട്ട് തിരിയാനായിട്ട്
അവർ ഇൻഡിക്കേറ്റർ ഇടും, ഈ ഡബിൾ ഇൻഡിക്കേറ്റർ കിടക്കുന്നത് അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ അപകടങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട്. എപ്പോഴാണ് ഡബിൾ ഇൻഡിക്കേറ്റർ നമുക്ക് ഉപയോഗിക്കാവുന്നത് എന്ന് അടുത്ത എപ്പിസോഡുകളിൽ പ്രതിപാദിക്കുന്നതാണ്. ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ ഈ ചാനലിൻ്റെ പഴയ വീഡിയോകൾ കാണുന്നതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ട് ചാനലിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്നു.